ഹലോ മിസ്റ്റർ, എന്താ ഇവിടെ പരിപാടി? കണ്ണുവെല്ലാം കാണുന്നുണ്ടോ ബാബേ നിനക്ക്? ഒരു ക്ലിപ്പ് വെച്ചുതരാം. കണ്ണ് കാണുന്നില്ല. ബാബ അനിയനാണോ? അനിയൻ ഓട്ടിച്ചിട്ട് ക്ലിപ്പ് വയ്ക്കുന്നത്. ഊരി കളയത് ഇതാണ് എല്ലാരും പറയും ബാബയുടെ കണ്ണ് കാണുന്നില്ല, നിങ്ങൾക്ക് ആ മുടി ഒന്ന് കെട്ടി വെച്ചു കൊടുത്തൂടെ, മുടി ഒന്ന് വെട്ടിക്കൂടെ. മുടി വെട്ടുന്നില്ല, പക്ഷെ മുടി ക്ലിപ്പ് വെച്ച് കണ്ട കണ്ട എനിക്ക് 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 ജംഗിൾ എനിക്ക് jungle. This one? What is this? What is this? Potato. Potato അറിയാ കാണല്ല. പൊട്ടറ്റോ പൊട്ടോട്ടോ. വിക്ക് വിക്ക് ഇത് വെക്ക്. ഇതെല്ലാം ഞാൻ അടിക്ക് വെച്ചോണ്ട് പോയതാണ് ഈ സാധനം. You mean these things? Yes, these things. അച്ഛനും മോളും കൂടെ. ഓ പിന്നെ ഞാനതിർന്ന് കളിക്കല്ലേ പോയാണ്. ഇവിടെ വാ, ഇത് വെക്ക്. കണ്ണില് കണ്ട മുടി കണ്ട, ഈ മുടി കണ്ണിൽ വന്ന് വീഴും. അതെ സോ ബാഡ് ബാബേ, സോ ബാഡ്. നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അടുത്ത ആയുധമായിട്ട് വരും. എന്തായാലും ബണ്ണാണോ? ഇവിടെ വാ, ഇവിടെ വാ, കമ്മിയ നിക്ക് വാ ഇവിടെ. യോ യോ കണ്ണ കണ്ണ. ഇതാണ് എല്ലാരും പറയും മാവക്കൂടെ അടങ്ങിയിരിക്കും അടങ്ങിയിരിക്കും അടങ്ങിയിരിക്കും. അങ്ങനെ ഇട്ടു. ഹായ് ഗായ്സ്, പറ ഹായ് ഗായ്സ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വെൽക്കം പറ, വെൽക്കം ബാക്ക്. വേറെ എവിടെയോ കണ്ണുകൾ ഉടക്കിയിരിക്കുകയാണ്, കണ്ണുകൾ കേട്ടോ അല്ലേ ബാവേ? ആ പൊട്ട് അമ്മയ്ക്ക് ഉണ്ട്, ബാവയ്ക്ക് ഉണ്ടോ പൊട്ട്? ആ പൊട്ടുണ്ടോ? ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഫ്രണ്ടിൽ ഒരു ആ ഉണ്ട്. ആ ബാഗ്, ആ പൊട്ട്, ആ ഷൂ അല്ലേ ബാവേ? അത് എവിടെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല. ആ ബാഗ്, ആ ബാഗ്, ആ ബാഗ്, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലേ ബാബേ? ഓ ഇത് പുതിയ സോങ് ആണ് ഗൈസ്, ഞങ്ങൾ പഠിച്ചത്. ഒന്നും കൂടെ ബാ, ഇങ്ങനെ കൈയും കൂടെ വെക്കണേ, കൈ വെക്കണേ. ആ 1 2 3 സ്റ്റാർട്ട്. പാട്. 1 2 3 സ്റ്റാർട്ട്. അതല്ലേ അമ്മ പറഞ്ഞു ഇങ്ങോട്ടുണ്ട്. വാവേ നെയിൽ കട്ട് ചെയ്യാൻ സമയമായി. 2 ദിവസം മുന്നേ അല്ലേ ഞാൻ നെയിൽ കട്ട് ചെയ്ത് തന്നത്. അതിന് മുമ്പ് വളർന്ന നെയിൽ കട്ട് ചെയ്യാൻ സമയമായി. ഓ മൈ ഗോഡ്, നെയിൽ വളർന്നു നടക്കുന്ന നോക്ക്. 3 ദിവസം അടുപ്പിച്ച് എന്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇതാ കണ്ട. 2 ദിവസം അല്ല, ഒരു 3 ദിവസമായി. ബാബയ്ക്ക് പൊട്ട് വേണോ? ബാബയ്ക്ക് പൊട്ട് വേണോ? യു വാണ്ട് പൊട്ട്? യു വാണ്ട്? യെസ്, സേ യെസ്. പ്ലീസ് പറ, പ്ലീസ്. പ്ലീസ് എനിക്ക് അരിഞ്ഞു പോകും. അങ്ങനെയല്ല ബാബ, ഒന്നും കൂടെ പറയാം. പ്ലീസ് പൊട്ട് വെച്ച് തരുമോ പ്ലീസ് എന്ന് പറ. ഒന്നും കൂടെ പറയാ ബാബ, എനിക്ക് കാണാൻ കൊതിയായിട്ടാണ്. ഒന്നും കൂടെ പറയാം. പ്ലീസ് അമ്മ പൊട്ട് വെച്ച് തരുമോ എന്ന് പറ. തരുമോ വെച്ച് തരാം അമ്മ. പൊട്ട് തീർന്നു പോയി. അപ്പൊ ഐലൈനറിൽ നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. പൊട്ട് വെച്ചുതരാം. അനങ്ങല്ലേ വാവ, കേട്ടാ? ഭയങ്കര ഇഷ്ടമാണ് പൊട്ടൊക്കെ വെച്ചാലേ ഇരിക്കും.
ആ പൊട്ടായി പൊട്ട കിടില മാറ്റില്ല ഉണങ്ങട്ടെ. അയ്യോ പിടിക്കില്ല നോ പൊട്ട് പിടിക്കില്ലേ വാവേ? പിടിച്ചാ പോവും. മറ്റേ സ്റ്റിക്കർ പൊട്ടല്ലേ ഇത്. ഇപ്പൊ ഇതിങ്ങനെ തുറക്കാനൊക്കെ പഠിച്ച് സാധനങ്ങൾ കണ്ട തുറക്കാൻ പഠിച്ചു നോക്കട്ടെ. ഓഫ് അമ്മീ പൊട്ടുണ്ട്. കണ്ണാടിയിലുണ്ടല്ലോ. സൂപ്പർ പൊട്ട്. അമ്മ കണ്ണാടി പൊട്ട് കാണിച്ചേട്ടാ. അമ്മ കണ്ണാടിയില് സുന്ദരി. ആ ചുന്ദരിയാണ് വാവ, ചുന്ദരി. ഇത് വായിലിക്കാൻ പാടില്ല. കാക്കേ ഉയ് കാക്ക കൊണ്ടുപോയി. അമ്മേ കാക്ക എവിടെ കൊണ്ടുപോയി? ആ കാക്ക കൊണ്ടുപോയി. കേറുന്നില്ലല്ലോ അങ്ങോട്ട്. ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. ഒരു വട്ടം ഞാൻ സ്പെഷ്യൽ സാധനം ഒരു വട്ടം ഞാൻ ഉണ്ടാക്കി, അത് സക്സസ് മാത്രമാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ നോക്കുന്നത്. എപ്പോഴും ആദ്യം ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും, രണ്ടാമത്തെ ഉണ്ടാക്കുമ്പോൾ കുളമാവും. അതാണ് എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരു സാധനം ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേനും അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ വേണോന്ന് വെച്ചിട്ട് ഒന്നും കൂടി നല്ല രീതിക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അത് കുളമായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് മഷ്റൂം റൈസ്. പേര് കേട്ടിട്ട് ഒരു കുറച്ച് പരിഷ്കാരിയാണല്ലോ. പരിഷ്കാരിയാണ്, അടിപൊളിയായിട്ട്. അല്ല പക്ഷെ എന്താ ഉദ്ദേശിച്ചത്, ഞാൻ ഈസി ആയിട്ട് ആക്ച്വലി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നേരത്തെ എന്തോ പറയാൻ വന്നു പക്ഷെ മാറിപ്പോയി. ബാബ മഷ്റൂം പറ. മഷ്റൂം ഗാർലിക് റൈസ്. റൈസ് പേറ്റ് തരാം ഞങ്ങൾക്ക് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ എന്തിലേക്ക് കടക്കാം? കുക്കിങ്ങിലേക്ക് കടക്കാം. യെസ്. വേണ്ടത് ഫസ്റ്റ് വേണ്ടത് എന്താണ്? മഷ്റൂം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അല്ലേ? നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്യണം. വാട്ട് ഈസ് ദിസ് വാവേ? മഷ്റൂം. എന്താണിത്? അങ്ങനെയല്ല അമ്മ കാണിച്ചത്. ഈ സാധനം കളഞ്ഞിട്ട് ഇതിങ്ങനെ കളയണം. ദിസ് ഈസ് ഹൗ വി ഹാവ് ടു ക്ലീൻ ദിസ്. ഇതിന്റെ മേലുള്ള സാധനം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ അവരിങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് ഞാനും അതുപോലെ ക്ലീൻ. അയ്യോ വാവ അങ്ങനെയല്ലടാ കണ്ണാ. ഇത് ഓക്കെ, ഇത് മാത്രം വാവ കളഞ്ഞ് തന്നാൽ മതി. അമ്മയ്ക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യേണ്ടി. ഇത്രയും മഷ്റൂം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിലൊന്നും കാണത്തില്ല. ഇതിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, പക്ഷേ രാവിലെ ഞാൻ ഓംലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തോണ്ടാണ് ഇത് കുറഞ്ഞു പോയത്. ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതലുണ്ടായിരിക്കും, പക്ഷെ ഇല്ല, കുറഞ്ഞു പോയി. ഇവിടെ ഇപ്പോഴും ഒരാള് വെളുത്തുള്ളി തൊലിച്ചോണ്ടിരിക്കുകയാണ്. അവൻ നടക്കോ? എല്ലാരും നടക്കുന്നുണ്ടോ? ഓഫ്, കുഞ്ഞു കൈ വെച്ച് എന്തൊക്കെ ചെയ്യാൻ നോക്കിയാണ്. ബാലവേല. ഓ, ഓരോ ഇതിൽ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒരു പുച്ഛത്തിലാണ് എടുത്തിരുന്നത്. ഇടുന്നത്. ഇതൊക്കെ എന്ത് നിസാരം. ഒട്ടി അറിയല്ല. എന്നെ കൊണ്ട് പറ്റൂല. കൊണ്ടുപോകാന്ന്. കാഷ്യൂ എന്ന് പറഞ്ഞാണ് ഇവള് വാവ. ഇപ്പൊ കാഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ അവളുടെ കയ്യിരിക്കുന്ന സാധനം അവളിപ്പോ എറിയും. താങ്ക് യു. എല്ലായിടത്തും തറയിടാൻ കേട്ടോ. അവിടെ നിന്ന് അമ്മ സമയം ഇപ്പൊ എത്ര മണിയാന്നറിയോ? 1:30 ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി തീരും. എപ്പ ചോറ് പോലും വെച്ചില്ല, ഇനി എപ്പ തീരാനാണിത്? അത് അമ്മ മിണ്ടൂല അമ്മ കേട്ടോ. എന്തോന്നു വാവ മറ്റേ
പുതിയ പാട്ട് പാടുവാ, പഠിച്ച പാട്ട്. പാട്ട് കൊടുത്തേ. അതാണ് പുതിയ പാട്ട്. പഴയ പാട്ട്. ട്വിങ്കിൾ ട്വിങ്കിൾ പാടി നോക്കട്ടെ. ട്വിങ്കിൾ ട്വിങ്കിൾ I am the letter A. No. അത് പാട്. I am the letter A. I am the letter B. I am the letter C. I am the letter D. നമുക്ക് മഷ്റൂം ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് അരി വേവിക്കാൻ വെക്കാം. അതാകുമ്പോൾ എളുപ്പം തീരും. ഓക്കെ, അപ്പൊ ഇത് 1 ഗ്ലാസ് അരി ബസ്മതി റൈസ്. ഇതൊക്കെ എന്തുവാണ് എന്റെ വഴിയിൽ കൊണ്ട് ഓരോന്ന് ഇട്ടേക്കണത്. നമുക്ക് അരിയിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കാം. ഏത് പാട്ടാണ് നമ്മളുണ്ടാക്കിയ പാട്ടാണെന്ന് തോന്നുന്നു. മറ്റേ പാട്ടാണ് ബേബി ബേബി ബേബി. ഓ വാട്ട് ആർ യു ഡൂയിങ് ബേബി. അതല്ലേ നമുക്കിത് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഇപ്പോ ഉള്ള മെയിൻ വിനോദം എന്ന് വെച്ചാൽ വാവ പാടുന്ന പാട്ടുകൾ, വാവ പറയുന്ന വാക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഞങ്ങൾക്ക് ഇവിടെ. നമുക്ക് അരി ഇവിടെ വെച്ചിട്ടുണ്ട്. സി അരി വെച്ചിട്ടുണ്ട്. സി സി വാവേ സി 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 അരി വെച്ചിട്ടുണ്ടെന്ന് പറ. അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ കാണിച്ചു. അമ്മ എടുത്ത ഇനി പറയണേ, പറഞ്ഞു കൊടുക്കണേ എന്താണ്. അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്ത പാൻ വെച്ചിട്ട് മഷ്റൂം നമുക്ക് ഉണ്ടാക്കാം. അയ്യോ അത് ഭാഗ്യം ഓൺ ചെയ്തിട്ടില്ല. അത് നമ്മൾ ഓൺ ചെയ്തിട്ട് എന്തുണ്ടാക്കണം? മഷ്റൂമിന് വേണ്ടി വെക്കുക. ആൻഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. സോ ഫസ്റ്റ് നമുക്ക് മഷ്റൂം, ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. മഷ്റൂമും ഒരു കുഞ്ഞു സവാള, പിന്നെ നമുക്ക് ഇതിൽ കൂടുതൽ വേണ്ടത് എന്താണ്? ഗാർലിക് റൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഗാർലിക് വേണം. ഇത്രേ ഉള്ളൂ. പിന്നെ വേണ്ടത് മല്ലിയില. നോക്കിയപ്പോ ഒരു ഇച്ചിരി മല്ലിയില ഉള്ളൂ. ഇത്ര മല്ലിയില ഉള്ളൂ. എന്ത് ചെയ്യാനാണ്, ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഓൺ ചെയ്തിട്ടുണ്ട്. ബൈ ഇങ്ങനെ കാണാൻ എങ്ങനെയുണ്ട്? ഓ നേരത്തെ ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തില്ല. യെസ്, ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ടോപ്പല്ല, ട്രയൽ ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടെ ആരോ ഊരിട്ടിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറഞ്ഞെടുത്തിട്ട് വന്നു. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചില സമയത്ത് ഞാൻ 3 ഡ്രസ്സായിട്ട് പോയി ആള് തിരിച്ചു വന്നപ്പോ 4 ഡ്രസ് ഇല്ല. എനിക്കുള്ള ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ പോകുമല്ലോ. മിക്ക വട്ടവും ഞാൻ ഈ ട്രയൽ ചെയ്തിട്ട് ഇറങ്ങുമ്പോ ആ വെളിയിൽ കുറെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല അവിടെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ട്രയൽ ചെയ്തിട്ട് ആർക്ക് ഇഷ്ടപ്പെടാതെ ഇട്ടിരിക്കുന്നതിൽ ചിലപ്പോ ഏതെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ എടുത്ത ഡ്രസ്സാണ് ഞാൻ ആ സിംഗപ്പൂർ പോയപ്പോ ഇട്ട റെഡ് മറ്റേ ഉടുപ്പ് പോലത്തെ ഇല്ലേ. ഞാനത് അവിടെ എവിടെയും കണ്ടില്ല, പക്ഷെ ഞാൻ ട്രയലിൽ പോയപ്പോ കണ്ട്. അങ്ങനെ അത് എടുത്താണ്. ഡ്രസ് അങ്ങനെ എടുക്കാറുണ്ട്. പൊട്ട് വെച്ചിട്ടുണ്ട്. താണ്ട് പൊട്ട് വാവയ്ക്ക്. യു ഹാവ് പൊട്ട് there. മൂക്ക് വെക്കണം. അങ്ങനെയാണോ? മൂക്ക് കുഞ്ഞിക്കാവിൽ താടി അവയ്ക്കറിയോ ഈ പരസ്യം? ഇതൊരു പരസ്യ പാട്ടാണ് വാവേ. സോ അപ്പൊ നമ്മുടെ ഈ സംഭവം പാൻ എന്താണെങ്കിലും ചൂടായ ശേഷം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? ബട്ടർ ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടെ ബട്ടർ ഇട്ടോ, അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ബട്ടർ ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഇത്രയും വേണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി കൂടുതലായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇതാകുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നതിൽ കുറച്ച് ഗാർലിക് എടുത്ത് ഇടണം. ഗാർലിക് നമ്മളിങ്ങനെ കുനുകുനാന്ന് ഇത്ര ഇരിക്കട്ടെ. റൈസിന് വേണം നമുക്ക്.
നമ്മൾ ഗാർലിക് ഇങ്ങനെ കുനുകുനാ അരിയണം. എന്തോ പാസ്ത അല്ല ഉണ്ടാക്കണത് അമ്മ, പാസ്ത അല്ല, മഷ്റൂം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ അരിഞ്ഞു വെച്ചേക്കണ സവാള ഇതും കുനുകുനാ അരിയണം. വാവേ, what is this? What is this? Pasta. See, ഇതൊക്കെയാണ്. What is this? Okay, what is this? What is this? Yes. മനസ്സിലായില്ലേ? എല്ലാം പൊട്ടറ്റോ. Yes, ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിനും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് സോട്ട് ചെയ്യണം. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പിടണം. ആവേ ശരി, എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് സോട്ട് ചെയ്യണം. ടിവിയില് പാട്ടിടാനോ വേണ്ടി ഡാൻസ് കളി. നോ ടിവി, നോ പാട്ടിടൻ പാട്ട്. ബാബേ പ്ലീസ് പറ, പ്ലീസ് പ്ലീസ്. സോപ്പ് ഫുള്ള് സോപ്പ്. എന്തോ എങ്ങനെ പറയും? പ്ലീസ് സോപ്പ്. അത് തന്നെ, സോപ്പാ, ഫുള്ള് സോപ്പാ നീ. ഹഗി ഉമ്മ തരും അമ്മയ്ക്ക്. ഉമ്മ ഇവിടെ, ഉമ്മ തരും ഇവിടെ, ഇവിടെ ഉമ്മ ഇവിടെ. അങ്ങനെ ഇപ്പൊ നോക്കാം. ഗ്രൂപ്പ് ഹഗ് ബാബേ, ഗ്രൂപ്പ് ഹഗ്, ഗ്രൂപ്പ് ഹഗ്. അയ്യോ കരിഞ്ഞു. ഗാർലിക് മാറി കരിഞ്ഞ മഷ്റൂം ആവോ? ഒത്തിരി കരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് തിരിഞ്ഞപ്പോഴത്തേനും അതായതാണ്. പിന്നെ നമ്മള് ഈ മഷ്റൂം ഇങ്ങോട്ട് കൊടുക്കണം. ഇതില് വേറെ എന്തിടും? വേറെ ഒന്നും വേണ്ട, ക്രീം വേണം, ക്രീം. നമ്മൾ മഷ്റൂം കുക്ക് ചെയ്യുമ്പോൾ അതിന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. എനിക്ക് ഫസ്റ്റ് വെള്ളം ഇറങ്ങും. ഞാൻ ആദ്യമായിട്ട് മഷ്റൂം കുക്ക് ചെയ്തപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങുമെന്നുള്ള കാര്യം. ഞാൻ വലിയ കാര്യത്തിൽ കുറെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്ത് നോക്കപ്പോൾ അത് വെറും വെള്ളം. കാരണം ഇതിന്ന് മഷ്റൂമിന്നും വെള്ളം ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് കുറച്ചു നേരം നമുക്കിത് എന്ത് ചെയ്യാം, അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം വേവിക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് ഇത് കുക്കാവും. അതിൽ ഒത്തിരി സമയമൊന്നും വേണ്ടി വരത്തില്ല. പെട്ടെന്ന് നമുക്കിത് കുക്കാവും. ഇപ്പോഴത്തെ നമ്മുടെ അരി ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീണ്ടും സോട്ട് ചെയ്തെടുക്കണം. ഗാർലിക് റൈസ് അല്ലേ, അപ്പൊ അത് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്താൽ മതി. ഫുള്ള് ബട്ടറിന്റെ കളിയാണ്. അയ്യോ പ്ലേറ്റ് തരാൻ മാവേ. പ്ലേറ്റ് തരാം മാവിക്ക്. എവിടെ പോവാം? സമയത്തിന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ വാവക്കുട്ടൻ സീന. Can you say please? Please അമ്മ പ്ലേറ്റ് തരുമോ? You have to say please. അമ്മ അതിക്രമിയാണോ? നോ വാവേ, നോ. അമ്മയ്ക്ക് വേദന എടുക്കും. കാരണം അമ്മയ്ക്ക് വേദന എടുക്കും. ഇപ്പൊ തൂക്കിയെടുത്ത് കാണാൻ അമ്മ കള്ളക്കരച്ചില. ഈ വാപോണല്ലോ, ഈ വാപോണത് കള്ളക്കരച്ചിലാണ്. ഈ റൈസ് ഇതൊരു പാതി വേവ് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം ഓൾമോസ്റ്റ് വറ്റി. അപ്പൊ ഈ ഇതില് തന്നെ അടച്ചു വെച്ച് ഇതങ്ങ് ഓഫ് ചെയ്യുക. കാരണം ഈ അടുപ്പിൽ നമ്മൾ ഓഫ് ചെയ്താൽ ആ ചൂട് അങ്ങനെ നിൽക്കും. അപ്പൊ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇരുന്ന് വെന്തോ. ഇവിടെ എന്തോ കാണിക്കുന്ന വാവാ?
അപ്പൊ ക്രീം ഇല്ലാത്തവരെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഈ മഷ്റൂം ആയിട്ട് ഇടുമ്പോഴത്തേനും മഷ്റൂം വെന്ത് കഴിയുമ്പോൾ ഞാൻ മാറ്റി വെക്കും കേട്ടോ. മാറ്റി വെച്ചിട്ട് ഇതിൽ വീണ്ടും ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി മൈദ എന്ന് വെച്ചാൽ 1 സ്പൂൺ മൈദ മതി. 1 സ്പൂൺ മൈദ ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് പാൽ ഒഴിക്കണം. അപ്പൊ പാല് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. പാല് ഒഴിച്ചിട്ട് അതിങ്ങനെ ഒരു തിക്ക് ക്രീമായിട്ട് എടുത്താൽ മതി. സെയിം ആണ്. എന്നിട്ട് ഈ മഷ്റൂം കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് ആക്കി എടുത്താൽ മതി. ഇതിപ്പം ഞാൻ ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ ക്രീം ഇട്ടതാണേ. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഒത്തിരി ഗ്രേവി ആയിട്ട് വേണം, ഒത്തിരി തിക്കായിട്ട് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഗാർലിക് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗാർലിക് മഷ്റൂം വന്നില്ല, ജസ്റ്റ് മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഗാർലിക്കിൽ ഇങ്ങനെ അരിച്ചെടുക്കണം. എനിക്ക് കുക്കിംഗ് ചാനലൊന്നും എന്താ പറയുക, ബാക്കിയുള്ള കുക്കിംഗ് ചാനലിൽ പറഞ്ഞ് ഇതാക്കുന്നവർക്ക് എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ അറിയത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് ആർക്കും അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നത്തില്ല എന്ന് ഐ ഹോപ്പ്. അടുത്തത് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് വീണ്ടും ഇച്ചിരി ബട്ടർ ഇടുക. കുറച്ച് ബട്ടർ ഇട്ടാൽ ബട്ടറാണല്ലോ. ഇച്ചിരി ബട്ടർ ഇട്ടാൽ കമ്പനി നഷ്ടത്തിലാവോ? ടേസ്റ്റ് വേണ്ടേ സാധനത്തിന്? എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്നതിലെ ബാക്കി ഉണ്ട്. ഇച്ചിരി സവാളയും ഇച്ചിരി അരിമതി. നോ 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 ഇതിലിട് വാ, ഇതിലിട്. ഇത് രണ്ടും ഞാൻ ഒരുമിച്ചിടുന്നത് എന്താണെന്ന് അറിയാം. നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഇത് അങ്ങ് എന്താ പറയാ, നേരത്തെ നമ്മൾ മഷ്റൂമിനൊക്കെ എടുത്ത് നമുക്ക് കരിഞ്ഞിതായിട്ട് പോകണ്ട. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ചങ്ങ് ഇട്ടത്. വാവേ അമ്മയടുത്ത് പറ, ഫുഡ് വിശക്കുന്നു പറ. ഫുഡ് പറ, ഫുഡ് തരാൻ പറ. ഇതിലേക്ക് ഞാൻ കുറച്ച് പാഴ്സ്ലി. ഓക്കെ, ഫുഡ് 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 നോക്കിയാണ് ഭാവി. വാടച്ചയ്ക്ക് ഭാവി. യം 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 യം. ആ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ. ഭാവിക്ക് ഭയങ്കര എരിവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ റൈസിൽ നിങ്ങളുടെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഉപ്പിട്ടാണോ ഇപ്പൊ കൊണ്ടുവരാം. വാവ ഇവിടെ കരഞ്ഞു തുടങ്ങി പാവം വിശന്നിട്ട്. കഴിഞ്ഞു വാവയ്ക്ക് ഒരു രക്ഷയില്ല ഫുഡൊന്നും. പിന്നെ ഇത് ഞാൻ കുറച്ച് പാഴ്സ്ലി കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ് ഒന്നല്ല, ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓവറാക്കി പറയുന്നു എനിക്ക് തോന്നുന്നു. കറക്റ്റ് വാക്കുകൾ ചിലപ്പോൾ കിട്ടത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഫസ്റ്റ് വാവയ്ക്ക് നമുക്ക് കൊടുക്കാം. വാവ ക്ഷമമായിട്ടിരിക്കുകയാണ് അവിടെ. ഹായ് വാവേ, ഫുഡ് ഈസ് റെഡി. താ അമ്മ എടുക്കാവേ. ചൂടാണേ അമ്മ സ്പൂൺ തരാം. ഈ മഷ്റൂം എടുത്ത് ഇവിടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. മിക്സ് ചെയ്ത് കഴിച്ചോ. ഊതണേ അമ്മ, ഊതി തരട്ടോ വാവയ്ക്ക്. ചൂടൊന്നൊരു പ്രശ്നമേ അല്ല. വാവ കഴിക്കുന്ന ചൂട് പോലും ഞാൻ ആക്ച്വലി കഴിക്കാറില്ല കേട്ടോ. വാവ അത്യാവശ്യം ഇച്ചിരി ചൂട് വേണ്ടതൊക്കെ കഴിക്കാറുണ്ട്. ചൂട് ഇതിലിട്ട് മിക്സ് ചെയ്യും. എനിക്കിത് എങ്ങനെയുണ്ട് വാവേ? നൈസാണോ? സോറി, എത്തുന്ന സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ രണ്ടുപേരും കൂടി. You like it?
യെസ് യമ്മി യമ്മി ആണോ വാവേ യമ്മി ഉഫ് ചോറ് വാരി കഴിക്കും ചോറ് മഷ്റൂം മാത്രം പറക്കി കഴിച്ചോണ്ടിരിക്കുക വാവേ ചോറെടുത്ത് കഴിച്ചേ ചോറും കൂടെ കഴിക്കണ ഇങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ട് കോരി കഴിക്കും ഫുള്ളായിട്ട് ചോറ് കഴിക്കും ചോറ് ചോറ് കഴിക്കുന്നില്ല ഞങ്ങള് പതുക്കെ കഴിക്കുള്ളൂ കണ്ടില്ലേ ചൂട് ചൂട് ഗൈസ് ഫൈനലി നമ്മുടെ ഗാർലിക് മഷ്റൂം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല രസമുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ഒരാളെ അവിടെ വെട്ടി വിടുകയാണ് വാവ അടിപൊളിയായിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് വാവയ്ക്ക് അന്ന് വെച്ചപ്പോഴും ഇഷ്ടപ്പെട്ടു തീർന്നു പക്ഷെ അവിടെ നോക്കിയ പകുതിയായി കഴിച്ചോ കഴിച്ചോ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂട് എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ല സൂപ്പർ സാധനം ഗായ്സ് നിങ്ങളൊന്ന് ട്രൈ നോക്കാം കേട്ടോ അത് രക്ഷയില്ല ഇപ്പൊ എല്ലാരും പറയും തള്ളല്ലേ വൈഫ് കുട്ടിക്ക് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് പറയും വാവ നോക്കിയേ വാവ പാതിയായി ഹൗ ഇസ് ഇറ്റ് വാവേ എന്ത് വേണം എന്ത് വേണം വാവയ്ക്ക് എന്താണ് വേണ്ടത് വാവയ്ക്ക് എന്താണ് വേണ്ടത് ചിക്കൻ അല്ല വാവ മഷ്റൂം വാവയ്ക്ക് കറി വേണോ വാവയ്ക്ക് കറിയാണോ വേണ്ടത് കറിയാണോ പ്ലീസ് പറയോ പ്ലീസ് ഓക്കെ കഴിച്ചോ കറിയുണ്ട് കറി വന്നു കഴി ചൂടാണേ ചൂട് ഊത് ഊത് ഷോ ഇഷ്ടപ്പെട്ടാ വാവയ്ക്ക് കുഫ് വാവ കറി മാത്രം കഴിക്കല്ലേ ആ ചോറും കൂടെ കഴിക്കുക വാവ മിക്സ് ചെയ്ത് കഴിക്കുക കണ്ണാ മിക്സ് ചെയ്ത് ഓഫ് വാവ കറി മാത്രം കഴിക്കുന്നതുകൊണ്ട് ഞാൻ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചു കൊടുത്തല്ല വാവയുടെ സെക്കൻഡ് പ്ലേറ്റ് പൊയ്ക്കൊണ്ടിരിക്കുവാണ് വാവ നല്ല അടിപൊളിയായിട്ട് ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുവാണ് മഷ്റൂമൊക്കെ നന്നായിട്ട് പറക്കി പറക്കി കഴിക്കുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ വാവേ കുഴപ്പമില്ല നമുക്ക് ക്ലീൻ ചെയ്യാം ഇറ്റ്സ് ഓക്കെ ഇടയ്ക്ക് വെള്ളം കൂടെ കുടിക്കണേ വാവേ വാവേ ഇടയ്ക്ക് വെള്ളം കുടിക്കോ ഓഫ് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല എന്ന് വാവ ആ ഫോൺ അമ്മയുടെ കയ്യിലിരിക്കുക വീഡിയോ എടുക്കുക മഷ്റൂം ബോട്ടിൽ അത് പ്ലേറ്റ് ഇതെന്താ അച്ചയോ ഇതാരാ 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 അത് വാവ യെസ് വാവ യമ്മിയാണോ വാവേ ആ നോ 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 സ്ലോലി പതുക്കെ കഴിച്ചാൽ മതി വാവ പതുക്കെ കഴിച്ചാൽ മതി ഫുഡ് കഴിച്ച് മതിയാകുമ്പം എല്ലായിടത്തും തറയും കളയും വാ എനിക്ക് കമാ get up. ഈ ഫുഡ് കഴിപ്പിക്കുന്നത് ഒന്നുമല്ല പാടുള്ള കാര്യം ഇതെല്ലാം ക്ലീൻ ചെയ്യുന്ന ഈ സാധനം ഈ ചെയർ ക്ലീൻ ചെയ്യാൻ എന്റെ അമ്മേ ടാസ്ക് അതെ ഈ വീട്ടിൽ വേറെ സ്ഥലം ഒന്നുമില്ല ബ്ലാങ്കറ്റും എടുത്ത് ടവലും എടുത്ത് പില്ലോയും തറയിലിട്ട് വന്ന് കിടക്കുവാണ് വാ കണ്ണാ നമുക്ക് ബെഡിൽ പോയി കിടക്കാം കമാൺ വാവയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ വാവ ഇന്ന് ഉറങ്ങിയില്ല അതിൻ്റെ ഉറങ്ങുണ്ട് ബാ ആ ബെഡിൽ പോയി കിടക്കാം വാ എണീക്ക് 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 ബ്ലാങ്കറ്റ് കൂടെ എടുത്തോ ആ ബാ പൊയ്ക്കോ 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 അമ്മ വരാം പൊയ്ക്കോ ഞാൻ ബാക്കിലുണ്ടോ നോക്കി നോക്കി പോവാം ആ പൊയ്ക്കോ 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 ആ പൊയ്ക്കോ
അച്ഛ വരും, വാവ കിടന്നോ, വാ. അച്ഛ വരും, അച്ഛ കുളിക്കുന്നു കട, അച്ഛ കുളിക്കുന്നു. ഉറങ്ങണ്ടേ വാവേ? വാ കിടക്ക്, ഉറങ്ങാൻ നമുക്ക്. വാവ ഉറങ്ങിയിട്ടില്ല ഇന്ന്. അതെന്തോന്ന്? അമ്മക്ക് ഒരു ഉമ്മ തരൂ. ഇവിടെ വന്നതാ ഉമ്മ. ഇവിടെ വന്നതാ, വേറുള്ള ഉമ്മ വേണ്ട. ഉമ്മ. 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 ഉമ്മ.